ഹർഷ, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. നിയമസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ പോര്, അടി, പോറ്റിയെ കയറ്റിയ ഗാനങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്ലക്കാർഡുകൾ, അതേപോലെ പാട്ട് പാടുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അതിൻ്റെ ഇടയിൽ ശിവൻകുട്ടിയാണ് എൻ്റെ മാസ്, എന്നാൽ ഞാനും പാടാമെന്ന് പറഞ്ഞ് പോറ്റിയെ കയറ്റിയെ സ്വർണം ചൊമ്പായി മാറ്റി, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. സ്പീക്കർ പറഞ്ഞിട്ട് പോലും ഞാൻ പാട്ട് പാടാം, കോൺഗ്രസ് ആണ് അയ്യപ്പ. തെറ്റിപ്പോയി. നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഒറിജിനൽ പാട്ടാണല്ലോ. അതങ്ങനല്ല, അത് അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യമാണ് എന്നാണ് നിലവിൽ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതെ, ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് വി ഡി സതീശൻ ഇത്തരത്തിൽ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടൊരു പ്രതിഷേധത്തിന് തിരിയിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായി നമുക്കറിയാം. 9.5 വർഷം അവർ എന്ത് ചെയ്തു എന്നുള്ളത് കൃത്യമായി എവിടെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല എന്നതിനെ മറക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള തന്ത്രങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള അഡ്വൈസ് കഴിഞ്ഞ ദിവസം തന്നെ പിണറായി വിജയൻ ഈ പറയുന്ന നിയമസഭയിലെ എല്ലാ അംഗങ്ങൾക്കും, CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ എല്ലാ അംഗങ്ങളോടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനെതിരെയായിട്ടാണ് ഈ പറയുന്നത് പോലെ വി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT-യുടെ നീക്കത്തെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ SIT-ക്ക് സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണം വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. അതിനു പിന്നാലെ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടൂർ പ്രകാശിനെതിരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അതെ, MP രാജേഷ് പറഞ്ഞിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ സ്വർണം കട്ടത് ആരാണ്, അടൂർ പ്രകാശിന് ഇവിടെ എന്തായിരുന്നു റോള് എന്നുള്ളത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംഘർഷത്തിലേക്കാണ് പോയത്. അതിന് പിന്നാലെ സഭ ഇന്നത്തേക്ക് തൽക്കാലം പിരിച്ചുവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നമ്മള് ഇതിപ്പോൾ പുതിയ കാര്യമല്ലല്ലോ, പക്ഷേ ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വി ഡി സതീശൻ. ഇതിപ്പോൾ എന്ത് ചെയ്താലും കുറ്റം ഇപ്പോൾ ആരാണോ മന്ത്രി, സഭയിലില്ലായിരുന്നു. അതെ, അല്ലായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടോ ഒരു മാറ്റം സംഭവിച്ചു. എപ്പോഴും പറയുന്നത് അതായത് കൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് കണ്ടത്. നോക്കൂ, അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്ലക്കാർഡ് ഉയർത്തിക്കാട്ട്, സാധാരണ MLA-മാരാണ് ഇത്തരത്തിൽ ബാനറുകളുമായി നടത്തുന്നത് ഇറക്കുകയും സ്പീക്കറിന്റെ അതായത് കാഴ്ച മറയ്ക്കുകയും അത്തരത്തിലുള്ള പ്രഹസനങ്ങളും അല്ലെങ്കിൽ സമര പദ്ധതി പരിപാടികളും കാഴ്ചവെക്കുന്നു. ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിറങ്ങി സ്വർണം കട്ടതാരപ്പ, അതേപോലെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടി പ്രക്ഷോഭം മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ അതിന്റെ ഇടയ്ക്ക് ശിവൻകുട്ടിയാണ് മാസ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പറഞ്ഞ് നിങ്ങളും വിളിക്കും ഞാനും വിളിക്കുക എന്ന് പറഞ്ഞ് സ്വർണം കട്ടത് ആ അവശതയിലും അദ്ദേഹത്തിലുള്ള തീ സംസ്ഥാന സ്കൂൾ കലോത്സവം അതിഗംഭീരമായി തീർത്തതിന് ശേഷം അദ്ദേഹം വീണ്ടും മാസ് ഐറ്റവുമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ശിവൻകുട്ടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പറ്റി എന്തോ പരാമർശം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗാവസ്ഥയിലാണ്. അദ്ദേഹം ഇറങ്ങി വരുന്നൊരു രംഗമുണ്ടായിരുന്നു. അതായത് സ്വന്തം പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്ന സമയത്ത് ഏത് വിധേനയും രക്ഷിക്കണമെന്ന് കരുതി ശിവൻകുട്ടി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ തടയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു രംഗം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീലായിട്ട് കണ്ടിരുന്നു. അദ്ദേഹം ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, ഞാനും പാടാമെന്ന് പറഞ്ഞ് വീണ്ടും പാടുകയാണ്. AN ഷംസീർ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം വഴങ്ങാത്തൊരു സാഹചര്യം. പിന്നെ പിണറായി വിജയൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് വഴങ്ങാത്ത ശിവൻകുട്ടിയാണ് ഇനിയിപ്പോൾ ഷംസീർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനത്തിനിടയ്ക്ക് രോഷാകുലനായിരിക്കുന്ന ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിക്കുന്ന പിണറായി വിജയന്റെ ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ ഇപ്പോൾ കൃത്യമായ ഒരു വ്യത്യസ്തപരമായ ഒരു പ്രതിഷേധമാണ് തുടക്കം തന്നെ വി ഡി സതീശൻ കാഴ്ചവെച്ചത്. കൃത്യമായി അവർ കൊള്ളേണ്ടിടത്തത് കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരേ സമയം ശബരിമല സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഇടുത്തിയായി നിൽക്കുന്നത് കോൺഗ്രസിനും CPM-നും മുകളിലാണ്. ഇത്രയും CPM മാത്രമായിരുന്നു പ്രതിസ്ഥാനത്ത് നിന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസും ചെറിയ രീതിയിൽ പ്രതിയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇനി വരുന്ന സമയങ്ങളിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പാട്ട് ട്രെൻഡ് മാറി ഇനി അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് ഇതിനു മുൻപ് തന്നെ നിയമസഭ ഒരു കലുഷിത ഭൂമിയായി പ്രശ്നഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇനിയിപ്പം ചൊവ്വാഴ്ചയാണ് അടുത്തത് നിയമസഭ ചേരാൻ പോകുന്നത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുന്നത് CPM ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPM-ന് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ അവരുടെ നേട്ടങ്ങളൊന്നും ഉയർത്തി കാണിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല നിയമസഭയിൽ. ഇപ്പോൾ അവരെന്തെങ്കിലും ഒന്ന് മുന്നോട്ട് വെക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ ശബരിമല പോലെ ഒരു വലിയ വിഷയം എടുത്തിട്ട് കൊണ്ട് പ്രതിപക്ഷ നേതാവ് വലിയ രീതിയിൽ തർക്കം സൃഷ്ടിക്കുന്നു. ഇവിടെ കൃത്യമായ ഒരു പ്രതികാര ബുദ്ധി ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വെച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിൽ ആദ്യത്തെ ദിവസം വരില്ല, അല്ലെങ്കിൽ വരരുത് എന്ന് പറഞ്ഞിട്ട്
അദ്ദേഹം നിയമസഭയിലേക്ക് വന്നതിന് പിന്നാലെ വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ചോദ്യമുനകൾ ഉന്നയിച്ചിരുന്ന CPM-ന് ഇപ്പോൾ തിരിച്ചും പ്രതിരോധിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ശബരിമല യഥാർത്ഥത്തിൽ ഒരു കവചമായി ഈ പറയുന്ന കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരെന്തൊക്കെ നേട്ടങ്ങൾ പറയുമ്പോഴും ശബരിമല എന്ന ഒരൊറ്റ വിഷയം കൊണ്ട് ആ നേട്ടത്തെ ഇല്ലാതാക്കി കളയുന്ന അല്ലെങ്കിൽ നിഷ്പ്രഭമാക്കി കളയുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ എന്ന് പറയുന്നത്. പല MLA-മാരും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ VD സതീശൻ ഉൾപ്പെടെയുള്ള പലരും ശബരിമല സ്വർണ്ണക്കൊള്ള നിങ്ങൾ എന്തുകൊണ്ട് SIT-യെ സമ്മർദ്ദം ചെലുത്തുന്നു, SIT നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നീക്കങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ചർച്ചകൾക്ക് വഴിവെക്കുമ്പോൾ, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും SIT-ക്ക് സമ്മർദ്ദം ഉണ്ടാകുമെന്നും അത് കൃത്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ SIT കൃത്യമായ ഒരു അവരുടെ അന്വേഷണം എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അത് CPM-നെതിരാണെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നമ്മുടെ കോൺഗ്രസിന്റെ ഒരു ഉന്നം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ കോൺഗ്രസിനും CPM-നും ഒരേപോലെ ഏണിയാകുന്ന അല്ലെങ്കിൽ പാറയാകുന്ന തരത്തിലാണ് സ്വർണ്ണക്കൊള്ള കേസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നടുത്തളത്തിൽ മാത്രമല്ല സഭയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ CPM ഇതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ ഓരോ MLA-മാർ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും. അത് വളരെ സർഗാത്മകമായിട്ടായിരിക്കും ഇനിയിപ്പോൾ വീണ ജോർജും KU ജനീഷ് കുമാറും അതേപോലെ DK മുരളി ഉൾപ്പെടെയുള്ളവർ ഇതൊക്കെ അത് അവതരിപ്പിക്കാൻ പോകും. DK മുരളി അദ്ദേഹത്തിന് നിയമസഭാ അംഗത്വം റദ്ദാക്കണമെന്നും പറഞ്ഞ് സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി എത്തിക്സ് കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അത് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിന്മേലുള്ള ചർച്ചകൾ ഒക്കെ ഉടലെടുക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ല, ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ ഇനി കഴിഞ്ഞ ദിവസം ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനുമായി സംസാരിച്ചപ്പോൾ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി രാഹുലിനെതിരെ ആര് സംസാരിച്ചാലും അത് യഥാർത്ഥത്തിൽ അനുകൂലമാകാൻ പോകുന്നത് കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസിന് ഇനി രാഹുലുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അവർക്കിനി രാഹുൽ ജയിലിലായാൽ എന്ത്, അല്ലെങ്കിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ എന്ത്, അവർക്ക് കോൺഗ്രസുമായി ഇത് ഒരു ബന്ധവും ഇല്ലാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആര് ശബ്ദിച്ചാലും അത് കോൺഗ്രസിന് അനുകൂലമായി വരും. BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ആര് ശബ്ദിച്ചാലും അത് കോൺഗ്രസിന് വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ ബോധ്യം CPM-നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ രാഹുൽ വിഷയം എടുത്ത് പുറത്തേക്കിടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. പിന്നെ പറഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് നോക്കുമ്പോൾ രാഹുൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിലായിരുന്ന സമയത്താണല്ലോ കോൺഗ്രസിൽ ഇന്ന നേതാക്കന്മാർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു, ഇപ്പോഴുള്ള MLA-മാർക്ക് അറിയാമായിരുന്നു, ഇപ്പോൾ MP ആയി നിൽക്കുന്ന പലർക്കും അറിയാമായിരുന്നു രാഹുലിന്റെ സ്വഭാവം, എന്നിട്ടും എന്തുകൊണ്ട് ഇവരത് ചെയ്തില്ല? അല്ലെങ്കിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളുപരി രാഹുലിന്റെ അതിജീവിതമാരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമൊക്കെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കപ്പിൽ അതിജീവിതയുടെ വാക്കുകൾ പ്രിന്റ് ചെയ്തുകൊണ്ട് ചായ കുടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ഒരു PR-ന് വേണ്ടി രാഹുലിനെ ഉപയോഗിക്കാം എന്നല്ലാതെ നിയമസഭയിൽ രാഹുലിന്റെ വിഷയം എടുത്തിട്ടുകൊണ്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാം എന്നുള്ളത് നടക്കാത്ത സ്വപ്നം തന്നെയാണ്. പക്ഷേ കൃത്യമായി പ്രതിപക്ഷം ഇപ്പോൾ പോകുന്ന പോലെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേട്ടങ്ങൾ മാത്രം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന CPM-നെ പ്രതിരോധത്തിലാക്കാൻ ഈ പറയുന്ന കോൺഗ്രസിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സാധിക്കുകയാണെങ്കിൽ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവസാനിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു നല്ല ഒരു മേൽക്കൈ തീർച്ചയായിട്ടും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കും. നിയമസഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് അത് ഉപകാരത്തിലേക്ക് എത്തിക്കാനും സാധിക്കും, കൃത്യമായി പോവുകയാണെങ്കിൽ. അതല്ലാതെ ഇതിനു മുൻപ് കണ്ടിരുന്ന നിയമസഭകളിലേക്ക് പോലെ തന്നെയും ഏതെങ്കിലും ഒരു നേതാവ് ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ തഴഞ്ഞതുപോലെ VD സതീശൻ പറയുന്നത് പോലെ CPM കൃത്യമായി ഇതിനെ രാഹുൽ മാങ്കൂട്ടം വിഷയം വെച്ചാണ് ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് CPM തന്നെ പാരയായി മാറും. അതെ, തീർച്ചയായിട്ടും.